എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 1990 ഇറങ്ങിയ കുറുപ്പിൻ്റെ കണക്ക് പുസ്തകവും എന്ന മൂവിയും ബി ഉണ്ണികൃഷ്ണനും തമ്മിൽ എന്താണ് ബന്ധമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ 1990 ഇറങ്ങിയ കുറുപ്പിൻ്റെ കണക്ക് പുസ്തകവും 2008 റിലീസ് ചെയ്ത സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ മാടമ്പി എന്ന മൂവിയും തമ്മിൽ ഒരു കണക്ഷനുണ്ട്. ആ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ്, അതായത് കുറുപ്പിൻ്റെ കണക്ക് പുസ്തകം എന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് ബി ഉണ്ണികൃഷ്ണൻ കഥ എഴുതി സംവിധാനം ചെയ്ത മാടമ്പി എന്ന സിനിമയുമായി ബന്ധമുണ്ട് എന്ന് എനിക്ക് തോന്നിയത്. കുറുപ്പിൻ്റെ കണക്ക് പുസ്തകത്തിൽ ശ്രീ ബാലചന്ദ്ര മേനോൻ ഒരു പാവപ്പെട്ട നിലയിൽ നിന്ന് വളർന്ന് സ്വന്തമായി ബിസിനസ് തുടങ്ങി ഒരു അനിയനും അനിയത്തിയുമുണ്ട്. ആ അനിയൻ കല്യാണം കഴിക്കുന്നത് ശ്രീ ബാലചന്ദ്ര മേനോൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ ഒരു സ്റ്റാഫിനെയാണ്. അനിയത്തിയുടെ കഥാപാത്രം കുറുപ്പിൻ്റെ കണക്ക് പുസ്തകത്തിൽ നമുക്ക് വേണമെങ്കിൽ വേണ്ട എന്ന് വെച്ചിട്ടാണ് ശ്രീ ബി ഉണ്ണികൃഷ്ണൻ മാടമ്പി എന്ന മൂവിൽ സ്ക്രിപ്റ്റ് എഴുതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം മാടമ്പിയിലും മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ അനിയൻ കല്യാണം കഴിക്കുന്നത് മോഹൻലാൽ സ്വന്തമായി ഒരു പാരലൽ കോളേജുള്ള ആ പാരലൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടീനെയാണ് അനിയൻ കല്യാണം കഴിക്കുന്നത്. ഇതേ സെയിം സംഭവം തന്നെയാണ് ഇവിടെ നടന്നത്. ഇവിടെ ഓഫീസ്, അവിടെ പാരലൽ കോളേജ്, അത്രയേ വ്യത്യാസമുള്ളൂ. എന്നാൽ ശ്രീ ജയറാം അവതരിപ്പിച്ച കഥാപാത്രത്തിന് ശ്രീ ബാലചന്ദ്ര മേനോൻ സ്വന്തം സ്വത്തുക്കളെല്ലാം കൊടുക്കുകയും അവരൊരു യാത്രയ്ക്ക് പോവുകയുമാണ് കുറുപ്പിൻ്റെ കണക്ക് പുസ്തകത്തിലെ ക്ലൈമാക്സ്. സെയിം തന്നെയാണ് മാടമ്പിയിലുള്ളത്. എല്ലാ സ്വത്തുക്കളും സ്വന്തം അനിയന് മോഹൻലാൽ കൊടുക്കുകയും അവരൊരു ദേശാടനത്തിന് പോവുകയുമാണ് ഇതിലെയും ക്ലൈമാക്സ്. രണ്ട് മൂവി പിന്നെ അല്ലറ ചില്ലറ കുറച്ച് മാറ്റങ്ങൾ വരുത്തി എന്നല്ലാതെ രണ്ടിൻ്റെയും കഥയായിട്ട് സാമ്യമാണ് എനിക്ക് തോന്നിയത്. നിങ്ങൾ ഈ മൂവി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് നിങ്ങൾ പറയുക.